ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഹാസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഉംറ ചെയ്യാൻ പോവാണ്. നമ്മൾ നേരെ മക്കയിലോട്ടാണ് പോകുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാൻ ഉംറ ചെയ്യാൻ പോവാണ്. അപ്പോൾ മക്കയിലോട്ട് പോവാണ്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എൻ്റെ മുഖത്തുണ്ടാവും. അപ്പോഴേ ഞാൻ ഇപ്പം ഷോളൊന്നും ചുറ്റിയിട്ടില്ല. ഇനി ഷോളൊക്കെ ചുറ്റി നിസ്കരിച്ചിട്ടൊക്കെ വേണം പോവാൻ. അപ്പോൾ ഞങ്ങൾ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടോളൂ. ലെറ്റ്സ് ഗോ. പിന്നെ ഉംറ ചെയ്യണമെന്ന് ഞാൻ വീഡിയോ എടുക്കൂല കേട്ടോ, കാരണം അത് അതിൻ്റെ മര്യാദകളിൽ നമ്മൾ ചെയ്യണമല്ലോ. ഒരു ഉംറ ചെയ്യല്ല. അപ്പോൾ ഉംറ ചെയ്തിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിന്നെ ഉംറക്കുള്ള ഹെറാൻ കെട്ടിയിട്ട് ഞാൻ യാത്രക്കുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മക്കയിലെത്തി ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതാട്ടോ കഅബ. ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് കഅബ. പിന്നെ ഞാൻ അവിടുന്ന് അസറും സുന്നത്തൊക്കെ നിസ്കരിച്ചു. പിന്നെ ഞാൻ സംസം വെള്ളം കുടിക്കുക കേട്ടോ. ഞാൻ ബിസ്മിയൊക്കെ ചൊല്ലി സംസം വെള്ളം കുടിക്കുകയാണ്. അൽഹംദുലില്ലാഹ് എനിക്ക് ഉംറ ചെയ്യാൻ പറ്റിട്ടോ. പിന്നെ ഞാൻ നേരെ സംസം വെള്ളമൊക്കെ കുടിച്ചിട്ട് പോണത് നമ്മുടെ സഫാ മർവയിലോട്ടാണ്. അപ്പം അതേ സഫാ മർവയിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. അപ്പം ഞാൻ ലിഫ്റ്റിൽ കയറണേ, എസ്കുലേറ്ററിൽ കയറാൻ പോവാണ്. ഞാൻ കയറി ഗൈസ്, ഞാൻ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം അതേ നമ്മൾ നേരെ ഇനി സഫാ മർവയിലോട്ട് പോവാണ്. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ സഫാ മർവയിലത്തെ ചരിത്രം അറിയില്ലേ? അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതേ പണ്ട് ഇബ്രാഹിം അലൈഹിസ്ലാമിനോട് അള്ളാഹു കൽപ്പിച്ചു കേട്ടോ, നിൻ്റെ ഭാര്യയെയും കുട്ടിയെയും നീ സഫ മലയിൽ പോയി ആക്കണമെന്ന്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്ലാം അവരെ സഫ മലയിലാക്കിയിട്ട് പോയിട്ടോ. അന്ന് ഇവിടെയൊക്കെ മരുഭൂമിയായിരുന്നു കേട്ടോ. ഈ ഹജറ ബീവിയുടെ ഇസ്മായിൽ അലൈഹിസ്ലാമിൻ്റെ കയ്യിൽ ആകെ 2 ദിവസത്തിനുള്ള ഭക്ഷണമായിരുന്നു ഉള്ളത്. എന്നിട്ട് ഭക്ഷണമൊക്കെ തീർന്നപ്പോൾ, ഈ എല്ലാ ഭക്ഷണവും തീർന്നു, വെള്ളവും ഭക്ഷണമൊക്കെ തീർന്നപ്പോൾ ഈ ഇസ്മായിൽ അലൈഹിസ്ലാം ചെറിയ കുട്ടിയല്ലേ, അവിടെയാണെങ്കിൽ ഇവിടേക്ക് മരുഭൂമിയായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇസ്മായിൽ അലൈഹിസ്ലാം ദാഹിച്ചിട്ട് കരഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇസ്മായിൽ അലൈഹിസ്ലാം ദാഹിച്ചിട്ട് കരഞ്ഞ സ്ഥലം കേട്ടോ. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്ലാം കരഞ്ഞപ്പോൾ ഹാജറ ബീബി എന്തെങ്കിലും കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ വെള്ളമൊക്കെ കിട്ടുവച്ചിട്ട് ഇവിടുന്ന് ഈ പച്ച സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഓടിയത്. അവിടെ ഇവർ ഒരു അടയാളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഹാജറ ബീബി 7 തവണ ഓടിയിട്ടുണ്ട് കേട്ടോ. ഈ സഫാ മർവയിൽ 7 തവണ ഓടി. ഇതാട്ടോ ആ സ്ഥലം, ഇവിടുന്നാണ് ഓടിയത്. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ വട്ടം 7 തവണ നമ്മളെ ഹാജറ ബീബി ഓടി എന്തെങ്കിലും കിട്ടുമെന്ന്. പക്ഷേ ഇവിടെ എന്തും കിട്ടിയില്ല കേട്ടോ. അപ്പം പിന്നെ എന്തും കിട്ടാതായപ്പോൾ ഇസ്മായിൽ അലൈഹിസ്ലാമിൻ്റെ അടുത്തോട്ട് ഹജറ ബീബി തിരിച്ചു പോയി. അപ്പോൾ ഇസ്മായിൽ അലൈഹിസ്ലാം അവിടെ കാലിട്ട് അടിച്ചവിടത്ത് വെള്ളം ഉറവയപ്പെട്ടു, മാവു സംസം ഉറവയപ്പെട്ടു. അപ്പോൾ ഹജറ ബീബി ആകെ അത്ഭുതപ്പെട്ടു. അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അവർ കുടിച്ചു. അപ്പോൾ ആ ഉറവയിട്ട വെള്ളത്തിനാണ് നമ്മൾ മാവു സംസം എന്ന് അറിയപ്പെടുന്നത്. അതാട്ടോ ആ ചരിത്രം. എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് അറിയാമെങ്കിൽ താഴെയൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഷോക്സ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പച്ചിയുടെ പുറത്തൊക്കെ ഒന്ന് കയറിയിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ സഫാ മർവയുടെ ഈ ഭാഗം. അവർ ബാക്കിയുള്ളതൊക്കെ പൊളിച്ചതാണ്, കുറച്ച് ഇവിടെ വെച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അത് പൊളിച്ചതിന്. അപ്പം അതാണ് കേട്ടോ ആ മല. പിന്നെ എനിക്കവിടുന്ന് പോരാൻ തന്നെ തോന്നുന്നില്ല. പിന്നെ നമ്മൾ അവിടുന്ന് പോരേണ്ടി വന്നു. അപ്പം അവിടുന്ന് പോന്നു കേട്ടോ.
അങ്ങനെ മലയുടെ അവിടെ നിന്ന് ഞാൻ ഒരുപാടൊക്കെ പ്രാർത്ഥിച്ചു വിട്ടു. എന്നിട്ട് ഞാൻ ഉമ്മൊക്കെ വെച്ചു, ഉമ്മൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ എനിക്ക് അവിടുന്ന് പോരാനേ തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് ഭാഗമേ ഉള്ളൂ, ബാക്കി ഭാഗം അവർ പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനത് കുറേ നേരം നോക്കി നിന്നു. പിന്നെ ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. ഞാൻ അവിടുന്ന് പോന്നു, ഇതാണ് ആ മല. പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. ഇവിടെ കുറേ ടവർ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട് കേട്ടോ, ടവർ ക്ലോക്കും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ എൻ്റെ ഉപ്പച്ചി കാണിച്ചു തന്നു കേട്ടോ. പിന്നെ എനിക്ക് കഅബ ഷരീഫ് തൊടാനും ഉമ്മ വെക്കാനും കഅബയുടെ വാതിൽ തൊടാനൊക്കെ പറ്റിയിട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്. അങ്ങനെ തൊടാൻ കഴിപ്പിച്ച അള്ളാഹുവിന് ഞാൻ ശുക്ർ ചെയ്യുന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ മാഷാ അല്ലാഹ്. അപ്പോൾ ദേ നമ്മളിപ്പോൾ നേരെ ഇനി നമ്മളിങ്ങനെ മക്കയിൽ നടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിവിടെ ഇങ്ങനെ നടക്കുക കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയെന്ന്. ഇപ്പോഴേ ഇവിടെ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു മാർബിൾ കൊട്ടാരെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. അത്രയും അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിതൊരു അത്ഭുത കാഴ്ചയായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്, എനിക്കിതൊരു അത്ഭുത കാഴ്ചയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനി ഇവിടെ വരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി കാണും ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നിന്നുള്ള നെളിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ മുത്തുനബി ജനിച്ചത്. അപ്പം നമ്മുടെ മുത്തുനബി ജനിച്ച മക്കയിലെ കഅബ എനിക്ക് തൊടാൻ പറ്റി, കാണാൻ പറ്റി. അതുപോലെ നമ്മളെ മക്ക എനിക്ക് കാണാൻ പറ്റി, തൊടാൻ പറ്റി. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുത്തുനബി നടന്ന ഒരു മണ്ണിൽ ഞാൻ നടന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നെളിയൊക്കെ കാറ്റ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്താ ഇവിടെ കണ്ടിട്ട് എനിക്ക് പറയണ്ടേന്ന് പറയാൻ കഴിയില്ല, കാരണം ഒരുപാടുണ്ട് ഇവിടെ കാണാനും പറയാനൊക്കെ. അപ്പോൾ അതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ തീരില്ല, അത്ര തോന്നുന്നുണ്ട്. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. സത്യം പറയാം, ഒരു അടിപൊളി അത്ഭുതം, ഒരു മാർബിൾ കൊട്ടാരം, ഫുൾ മാർബിൾ ആട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല തണുപ്പാട്ടോ. അപ്പോഴേ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല അധികം, അത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഉംറ ചെയ്യുമ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യണ്ടേ, എന്നാലല്ലേ ഉംറ ശരിയാവുള്ളൂ. പിന്നെ ഞാൻ ഉംറ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഇതൊക്കെ വീഡിയോ എടുത്തത്. ഇനി നിങ്ങൾക്ക് ഉംറ ചെയ്യുമ്പോൾ ഉംറ ചെയ്യാം, ഇത് കാണാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉംറ ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണത്. ഇവിടുത്തെ പള്ളിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടുത്തെ പള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
അങ്ങനെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എന്തൊക്കെയോ അമ്മച്ചിനോട് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് നടക്കാൻ വയ്യാന്നൊക്കെ. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഏകദേശം ഇരുട്ടാവാനായല്ലോ, അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാതും നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ഞാനവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, വീഡിയോ എടുത്തിട്ട്. ഞാനും പിന്നെ ഈ ഭാഗമൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പം നിങ്ങളോടൊപ്പം എനിക്കും കാണാം, എന്നോടൊപ്പം നിങ്ങൾക്കും കാണാം എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ ഇവിടെ നിന്നിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഅബ ഷെരീഫിൻ്റെ അവിടെ നിന്നൊന്നും എനിക്കധികം വീഡിയോസൊന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഉംറക്കാരും അതിൻ്റെ ഉംറൻ്റെ ആളുകളും ഭയങ്കര തിരക്കാണ്. പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ആ തിരക്കിനിടയിൽ എനിക്ക് ഭാഗ്യത്തിലാട്ടോ കഅബ ഷെരീഫിൻ്റെ വാതിലൊക്കെ തൊടാൻ പറ്റിയത്.
ഞാൻ ഉംറ ചെയ്യാൻ വരുമ്പോൾ എൻ്റെ ഷോളൊക്കെ ഞാൻ നല്ല ശരിക്ക് ചുറ്റിയൊക്കെ ഇട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു തരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും ഉംറയൊക്കെ ചെയ്ത് ഞാനിവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ഹറമെന്ന് ഉംറയൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഇനിയും എനിക്കിവിടെ വരാൻ പറ്റണേന്നൊക്കെ ദുആ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹറമിന്ന് പുറത്തോട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ സുഹൃത്തുക്കളെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ. കാരണം അവിടെ ഒരു പച്ച ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അയിമലൊക്കെ ഇങ്ങനെ തൊട്ട് വെക്കുന്നുണ്ട്. പിന്നെ അവസാനം ഷോക്ക് അടിക്കുന്നില്ല അടിച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. നല്ല പച്ചപ്പുള്ള പുല്ലുകളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ. അങ്ങനെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ മദീനയിലോട്ട് പോകും കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് വിടും. ഞാൻ അന്ന് പോകുന്നതെന്ന് ഞാൻ വിടാം. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് നേരെ ഒരു മാളിലോട്ടാട്ടോ. ഈ മാളൊരു വലിയ മാള് തന്നെയാണ് കേട്ടോ. ഈ മാള് ഈ മാളിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര തണുപ്പ്, എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആയിരുന്നു. ഈ മാളിൽ പലതരം ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പലതരം ഫുഡ്, നമ്മൾ മേക്കപ്പ് ഐറ്റംസ്, പല സാധനങ്ങൾ, പല തരമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ കയറിയത് എവിടേക്കാ എസ്കുലേറ്ററിലോട്ട് ചാടി കയറി കേട്ടോ. എൻ്റെ വെപ്രാളത്തിൽ അവിടെ നിന്ന് മൂന്ത കുത്തി വെക്കാത്തതിൻ്റെ ഭാഗ്യം എന്ന് പറയും. അങ്ങനെ ഞാൻ യോയോ ഒക്കെ കാണിച്ച് നേരെ പോവാണ് കേട്ടോ. ഞാൻ എസ്കുലേറ്റർ കയറി ഇങ്ങോട്ടും അങ്ങോട്ടും ചാടലാണ് കേട്ടോ എൻ്റെ പണി. അങ്ങനെ ഞാൻ നേരെ മുകളിലോട്ടെത്തി. എസ്കുലേറ്ററിൽ അധികമൊന്നും ഇങ്ങനെ ചാടേണ്ടതൊന്നും നല്ലതല്ല കേട്ടോ. എനിക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. കുട്ടികളൊന്നും ഇത് ആവർത്തിക്കരുത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എസ്കുലേറ്ററിൽ കയറാനാണ് എൻ്റെ പണി. ഞാൻ ചാടലാണ് സുഹൃത്തുക്കളെ, ചാടൽ. പക്ഷെ ഒരിക്കലും നിങ്ങളെത്തുമ്പോൾ ചാടരുത് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും എന്നാണ് എൻ്റെ വാക്കുകൾ. അങ്ങനെ ഞാൻ ഒറ്റ ചാട്ടം. ഈ ചാട്ടം എനിക്കൊരു സുഖം കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വേറൊരു സംഭവത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലത്തെ തട്ടിലാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല അടിപൊളി സംഭവം കേട്ടോ. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ മുടിമക്കുത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് ഞാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ അൽബേക്ക് ഫുഡിൻ്റെ പേരാട്ടോ അൽബേക്ക്. ഞാൻ അൽബേക്കത്തെ ബ്രോസ്റ്റ് വാങ്ങാൻ വന്നതാണ്. അങ്ങനെ ബ്രോസ്റ്റ് വാങ്ങാൻ ഇങ്ങനെ വന്നതാണ്. പക്ഷേ എന്തോ ഇതിന് ഞാൻ ചമ്മിപ്പോയിട്ടോ സുഹൃത്തുക്കളെ. കാരണം അവിടെ ബ്രോസ്റ്റ് ഇല്ലായിരുന്നു. പൊട്ടനായിരുന്നു ഞാൻ, പാട്ട് പാടാനറിയാതെ. എനിക്കാകെ പിരാന്ത് പിടിച്ചു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരിക്കില്ല, എന്തും അറിയാത്ത പോലെ. അങ്ങനെ ഞാൻ പിന്നെ അവിടെയുള്ള കമ്പിമേലൊക്കെ പിടിച്ച് തൂങ്ങലായിരുന്നു എൻ്റെ പണി. ഇങ്ങനെയും നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. തല കുത്തി വീഴാത്തത് എൻ്റെ ഭാഗ്യം എന്ന് പറയാം. അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് തിരക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണെന്നേ. ഞങ്ങൾ അൽബേക്കത്തെ ബ്രോസ്റ്റും പ്രതീക്ഷിച്ച് വന്നതാണ് കേട്ടോ. ഞങ്ങളെ ഭാഗ്യമില്ലായ്മ കൊണ്ട് ഞങ്ങൾക്ക് ബ്രോസ്റ്റ് കിട്ടില്ല. അവിടെ അൽബേക്കത്തെ ബ്രോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ട്. ഇന്ന് കുറച്ചൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ വലിയ തിരക്കില്ലായിരുന്നു. എൻ്റെ ഷോള കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് പച്ചിൻ്റെയോട് എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഓരോരോ കൊപ്രായങ്ങൾ അവിടെ നിന്ന് കാട്ടുന്നുണ്ട് കേട്ടോ. എനിക്കിതുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സ്ലൈഡ് പോലെ എനിക്ക് തോന്നി കേട്ടോ ഇത്. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പിച്ചും പെയ്യൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
ഇപ്പച്ചി കൊണ്ടുവരോളും ഞാൻ അവിടെ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞാൻ ഇപ്പച്ചിൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെ എന്താ ഉള്ളത് അങ്ങനെയെന്നൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു. അപ്പം ഞങ്ങൾ എന്താ വാങ്ങിയതെന്ന് അറിയണ്ടേ? ഞങ്ങൾ വാങ്ങിയത് എന്താണ്, ഇവിടെ മുമ്പിൽ തന്നെ ഒരു ബണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ പെപ്സി 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അൽബേക്കത്തെ ബ്രോസ്റ്റാന്നും പറഞ്ഞ് കാണിച്ചു തന്നതാണ്. എൻ്റെ ഒരു ഇതിലുകൊണ്ട് നമ്മൾ നഗഡ്സാണ് കേട്ടോ വാങ്ങിയ. നഗഡ്സും ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ സോസും മയോണൈസും പെപ്സിയൊക്കെ ഞാനപ്പോൾ തന്നെ തിന്നു തുടങ്ങി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നഗഡ്സ്. ഇത് ഇവിടുത്തെ ബർഗറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാനത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതേ പെപ്സിയും കുടിച്ച് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. അപ്പം അതേ ഞാൻ നഗഡ്സും പെപ്സിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. പെച്ചി പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എന്തായാലും അൽബേക്കത്തെ ബ്രോസ്റ്റ് തന്നെ വേണം. കാരണം ഇന്നിപ്പോൾ അവിടെ ബ്രോസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാട്ടോ, കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ മാളിൽ നിന്ന്. അപ്പം ഇപ്പം ഞാൻ ആ മാളിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മാളിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടിപൊളി കളക്ഷൻസൊക്കെ ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മളിവിടുന്ന് ഒന്നും വാങ്ങിയിട്ടില്ല, കാരണം നമുക്ക് സമയമില്ലായിരുന്നു. പെട്ടെന്ന് നമ്മളെ റൂമിലെത്തണം. അപ്പം ഞാനിത് പിന്നെയും എസ്കുലേറ്റർ കയറലാണ് എൻ്റെ പണി. ഇവിടെ നമ്മൾ ഒരുപാട് എസ്കുലേറ്ററിൽ കയറണം കേട്ടോ. പിന്നെ അടിപൊളി സ്റ്റാർ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആകെ ഒരു തരം, കാരണം നമുക്ക് അതിലൂടെ നടക്കാം, പക്ഷേ താഴത്തെത്തണം. അപ്പം ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് സ്റ്റാറൊക്കെ ഇട്ട് പിന്നെ ഞാൻ മുകളിലെത്തി. പിന്നെ എനിക്കൊരു സ്റ്റാർമ ചവിട്ടണമെന്നൊക്കെ ആഗ്രഹം, പക്ഷേ എവിടെ സ്റ്റാറിന് തപ്പിയിട്ട് എനിക്ക് കാണുന്നില്ല. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പോകേണ്ടതാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങിയിട്ടോ. പിന്നെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇപ്പച്ചക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ള സമയമായിരുന്നു, ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെയും എസ്കുലേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം ഞാൻ എസ്കുലേറ്ററിൽ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പിന്നെ ഞാൻ കാറിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ മാളിൽ നിന്ന് പോകുന്നു. ഇത് നമ്മളെ റൂമിലോട്ട് പോകുന്ന ഓരോ കാഴ്ചകളാട്ടോ. റോഡും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടേക്ക് അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഒരുപാട് ഈത്തപ്പനകളും അങ്ങനത്തെ പല അടിപൊളി സംഭവങ്ങളാട്ടോ ഇവിടെ ഉള്ളായിരുന്നെ. പിന്നെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പുറത്തത്തെ കാഴ്ച. എങ്ങനെയുണ്ട് പറയണേ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കാഴ്ചയൊക്കെ. ഈത്തപ്പനകളും ഒരു അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഷോളൊക്കെ ഊരിയിട്ടു. എന്തിനാണ് എനിക്ക് ഇനിയിപ്പോൾ ഷോൾ, കാരണം ആകെ ചൂടെടുത്തിട്ട് ഒരു തരം. അപ്പോൾ അത് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ റൂമിലോട്ട്. ഇനി ഞാൻ നേരെ റൂമിലോട്ട് പോകും, ഒന്ന് ഫ്രഷ്, എന്നിട്ട് ഞാനങ്ങ് കിടന്നുറങ്ങും. അതാണ് എൻ്റെ പണി. അതും ആലോചിച്ച് അതൊന്ന് റൂമിലെത്തിയാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ച് ഞാൻ പോവാണ്. അങ്ങനെ നല്ല അടിപൊളി പച്ചപ്പുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലത്തെ പോലെ അധികം പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ആയിട്ടുണ്ട്, കാരണം മരുഭൂമിയല്ലേ. അപ്പോൾ അതേ പിന്നെ അതുകൊണ്ട് വലിയ പച്ചപ്പൊന്നുമില്ല. പിന്നെ ഒരുപാട് വണ്ടികളും ഒരുപാട് കടകളും
എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഒരുപാട് പെട്രോൾ പമ്പ്സും എല്ലാം ഉണ്ടായിരുന്നു. ഞാനതെല്ലാം കണ്ടു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഇനി ഇങ്ങനെ വീട്ടിൽ പോവും. അപ്പം അത്ര ഉണ്ടാവുള്ളൂ എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്ന് നമ്മളെ വീഡിയോ. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ട് കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, ടാറ്റാ. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ. Thanks for watching. Don't forget to subscribe.